CPIM നേതൃയോഗങ്ങൾക്ക് നാളെ തുടക്കം. നാളെയും മറ്റന്നാളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും. തുടർന്നുള്ള 3 ദിവസങ്ങളിൽ സംസ്ഥാന സമിതി യോഗവും നടക്കും. തിരഞ്ഞെടുപ്പ് പരാജയം മുഖ്യ ചർച്ചയാകും. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, CPIM നേതൃയോഗങ്ങൾക്ക് നാളെയാണ് തുടക്കമാകുന്നത്. കൂടാതെ തന്നെ തിരഞ്ഞെടുപ്പ് പരാജയവും മുഖ്യ ചർച്ചയാകാനിടയുണ്ട്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നിൽക്കുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഒപ്പം സംസ്ഥാന സമിതി യോഗവുമാണ് നാളെ മുതൽ ആരംഭിക്കുന്നത്. പ്രധാനമായും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ CPMൻ്റെ മുന്നിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. അതായത് നിയമസഭ കൂടിയ അന്ന് മുതൽ തന്നെ പ്രതിപക്ഷം വലിയ തരത്തിലായിരുന്നു CPMനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും ഈ പരാജയത്തിൻ്റെ കാര്യത്തിൽ, അതായത് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിൻ്റെ പിന്നിൽ ഭരണപരമായ പരാജയങ്ങളാണ് എന്ന തരത്തിൽ വരെ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് വലിയ തരത്തിലുള്ള ചർച്ചയ്ക്കാണ് സാധ്യത. 16, 17 തീയതികളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് പ്രധാനമായും ജില്ലകളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ റിവ്യൂ, ഒപ്പം ഇനി വരാൻ പോകുന്ന മന്ത്രിസഭയിൽ അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് പുതുതായി ആരെ എത്തിക്കണം. മുൻ മന്ത്രി കെ രാധാകൃഷ്ണൻ ഇല്ല, അദ്ദേഹം പാർലമെൻറ്റ് അംഗമായി പോയി കഴിഞ്ഞിരിക്കുന്നു. ആ സ്ഥാനത്തേക്ക് പുതിയൊരു മന്ത്രിയെ കണ്ടെത്തണം. മന്ത്രിസഭ പുനഃസംഘടന വേണമോ, ഒപ്പം രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് വിട്ടു നൽകിയ സംഭവം, ഇങ്ങനെ നിരവധിയായ വിഷയങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യും. ആ ചർച്ചയ്ക്കൊടുവിൽ തയ്യാറാക്കുന്ന അജണ്ടയുടെ അടിസ്ഥാനത്തിലായിരിക്കും സംസ്ഥാന സമിതി യോഗം ചേരുക. ആദ്യ 2 ദിവസങ്ങളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കൃത്യമായും തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഒരു വിഭാഗം നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മുന്നോട്ട് വച്ചിരുന്നു. പോളിറ്റ് ബ്യൂറോയും ഇത്തരത്തിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട്. കാരണം ഈ മാസം 20-ന് ശേഷമാണ് പോളിറ്റ് ബ്യൂറോ യോഗം ചേരുന്നത്. അതിനു മുമ്പ് ചേരുന്ന സംസ്ഥാന സമിതി യോഗം എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുപോലെ തരത്തിലുള്ള ഒരു പരാജയം ഇത്തവണയും ഉണ്ടായിരിക്കുന്നു. ഈ പരാജയത്തിനുണ്ടായ അടിസ്ഥാനപരമായ കാര്യം കണ്ടെത്തണം. അത് ഏത് തരത്തിൽ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയും എന്ന തരത്തിൽ വലിയ തരത്തിലുള്ള ചർച്ച വേണം. വേണ്ടി വന്നാൽ പാർട്ടിയുടെ താഴെ തട്ട് മുതൽ തന്നെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന ആവശ്യവും ചില നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന മന്ത്രിസഭ പ്രോഗ്രസ് റിപ്പോർട്ടും പിന്നീട് അടുത്ത 100 ദിന പരിപാടി ജൂലൈയിൽ തുടങ്ങുന്ന രീതിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരം പരിപാടികൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സർക്കാരിൻ്റേതായ ഒരു കൃത്യമായ ഒരു വിലയിരുത്തൽ, ഒപ്പം ഒരു ഹിതപരിശോധന നിലയിൽ തന്നെ ഈ സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അതേസമയം സംസ്ഥാന സമിതി യോഗത്തിലേക്ക് വരുമ്പോൾ പ്രധാന ചർച്ചാ വിഷയം തെരഞ്ഞെടുപ്പ് പരാജയം തന്നെയാണ്. ഓരോ ജില്ലാ കമ്മിറ്റികളും പരാജയ കാരണങ്ങൾ കൃത്യമായി സംസ്ഥാന സമിതി യോഗത്തിൽ വിശദീകരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് നേതാക്കൾ നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ജില്ലാ സെക്രട്ടറിമാരും അത്തരത്തിൽ ഉണ്ടായ പരാജയത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കും. അതിനുശേഷമുള്ള ഒരു വിലയിരുത്തലുണ്ടാവും. വേണ്ടിവന്നാൽ പാർട്ടി താഴെത്തട്ട് മുതൽ ബ്രാഞ്ച് തലം മുതൽ തന്നെ ഇതിൻ്റെ റിപ്പോർട്ടിംഗ് നടത്തണം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തായാലും പാർട്ടി വലിയ തരത്തിൽ 8 സീറ്റ് മുതൽ 12 സീറ്റ് വരെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതിനേറ്റ ഒരു കനത്ത തിരിച്ചടിയാണ് ഈ പരാജയം എന്ന വിലയിരുത്തൽ തന്നെ ആദ്യഘട്ടത്തിൽ ചേർന്ന പാർട്ടി അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിന് വലിയ തിരിച്ചടി തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. നേതാക്കന്മാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. മുഖ്യമന്ത്രി നേരത്തെ നിയമസഭയിൽ പറഞ്ഞിരുന്നു ഇതൊരു പരാജയമായി കാണുന്നില്ല. വോട്ടുകളുടെ എണ്ണത്തിൽ കാര്യമായ വർധന പാർട്ടിക്കുണ്ടായെങ്കിലും കോൺഗ്രസിന് വോട്ടുകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ പാർട്ടിക്ക് യാതൊരു വിധത്തിലുള്ള പരാജയം ഉണ്ടായിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നതെങ്കിലും അതായത് CPM സംസ്ഥാന സെക്രട്ടറിയും ഒപ്പം CPMൻ്റെ മുതിർന്ന നേതാക്കളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. പരാജയം കനത്ത പരാജയം തന്നെയാണ്. ഇത് സംബന്ധിച്ച ഒരു പരിശോധന അനിവാര്യമാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി വയ്ക്കുന്നു. ഒപ്പം പാർട്ടിക്ക് മന്ത്രിസഭയുടെ കാര്യത്തിൽ കാര്യമായ ഒരു പിടിമുറുക്കൽ ഇല്ല എന്ന തരത്തിൽ ചില നേതാക്കൾ പറയുന്നുണ്ട്. പലപ്പോഴും പാർട്ടിയിൽ നിന്നും മന്ത്രിസഭ വ്യതിചലിച്ച് പോകുന്നുണ്ടോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും ഉയർന്നു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മന്ത്രിസഭയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു അഴിച്ചുപണിയുടെ സാധ്യതയും തള്ളിക്കളയാനാകില്ല. പ്രത്യേകിച്ചും പുതിയതായി ഏത് മന്ത്രിയെ കൊണ്ടുവരണം. കാരണം ഇതൊരു സംഭരണ സീറ്റായിരുന്നു. സംഭരണ സീറ്റിൽ നിന്ന് വിജയിച്ചു വന്ന മന്ത്രിയായിരുന്നു കെ രാധാകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പകരം കൊണ്ടുവരുന്ന ആളും ഒരു അത്തരത്തിൽ ഒരു സംഭരണ മണ്ഡലത്തിൽ നിന്നാണോ അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നാണോ ആയിരിക്കണം. അതിൽ
അതിൻ്റെ മേലിലും ഒരു വലിയ തരത്തിലെ ചർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ സംസ്ഥാന സമിതി യോഗം നിർണായകമാണ്. അവിടെ വെച്ച് നിർണായകമായ തീരുമാനങ്ങളുണ്ടാവും. കാരണം അടുത്തത് വരാൻ പോകുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. ഈ പരാജയം വിലയിരുത്താതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിലും വലിയ തരത്തിലുള്ള പരാജയം ഉണ്ടാകും എന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ. ഒപ്പം തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത 2 വർഷത്തിനുള്ളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യമായ ഒരു പരിശോധന പാർട്ടി തലത്തിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യവും. 20-നാണ് സംസ്ഥാന സമിതി യോഗം അവസാനിക്കുക. ഇതിനിടയിൽ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുമുണ്ട്. വ്യക്തമാണ്.